സംസ്ഥാനത്ത് പോക്സോ കേസുകൾ അന്വേഷിക്കാൻ കൂടുതൽ പോലീസുകാരെ നിയമിക്കുന്നു. 304 തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് റിപ്പോർട്ടിന് ലഭിച്ചു. 4 ഡിവൈഎസ്പിമാരെ ഉൾപ്പെടെയാണ് നിയമിക്കുന്നത്. വിവരങ്ങളുമായി റിനു സീധർ ചേരുന്നുണ്ട്. റിനു സീധർ, ഗുഡ് മോർണിംഗ്. റിനു സീധർ, CPOക്കാരുടെ കുറേ നാളായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ അവരുടെ കാലാവധി കഴിയാൻ പോകുന്നതിന് മുമ്പ് കൂടുതൽ തസ്തികകൾ വേണം. പക്ഷേ കാര്യമായിട്ട് പ്രയോജനമില്ലെന്ന് തോന്നുന്നു. എങ്കിലും കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പോക്സോ കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നീക്കമെന്ന് തോന്നുന്നു, അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ വിങ്ങിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 304 പേരുടെ അധിക തസ്തിക സൃഷ്ടിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചത്, മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ അതിവേഗത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആ ഉത്തരവ് അനുസരിച്ച് 304 അധിക തസ്തികകളാണ് സേനയിൽ സൃഷ്ടിക്കുന്നത്. 4 ഡിവൈഎസ്പിമാർ, അതുപോലെ തന്നെ 40 SIമാർ, 40 ASCമാർ, അതുപോലെ തന്നെ SCPO 120, CPO 100 എന്നിങ്ങനെയാണ് തസ്തിക അധികമായി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണർക്ക് വേണ്ടി വിശ്വനാഥ് സിൻഹ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അധിക തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ ഒരു ജോലി വേക്കൻസി പോലീസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അധികം തസ്തിക സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ വേക്കൻസി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കും എന്നുള്ളതാണ് പോലീസ് സേനയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പോലീസുകാരെ നിയമിക്കുന്നു. അന്വേഷണ സംഘത്തെ ബലപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു.